അതേ സ്ഥാനത്ത് കുറെ ആളുകളൊക്കെ ചെറുപ്പക്കാരൊക്കെ വിചാരം യുവത്വം എന്നുള്ളത് ജീവിതത്തിനുള്ളതാണ്, വയസ്സായിട്ടാണ് ഇബാദത്ത് പറയണത് എന്നുള്ളത്. വയസ്സായിട്ട് നോക്കാം അല്ലേ, എന്തുറപ്പാണുള്ളത്? ചില വെള്ളിയാഴ്ചന്റെ അമ്മഷാക്കാന്റെ അങ്ങനെ ഞങ്ങൾ ബന്ധുക്കളൊക്കെ ഇരിക്കുമ്പോൾ ഒരാൾക്ക് വേഗം പോകണം. അയാളെ നാട്ടിൽ 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിച്ചു. മൊബൈൽ കാണിച്ചെന്ന് അയാൾ മീൻ മാർക്കറ്റിൽ അന്ന് മീൻ വാങ്ങാൻ നിൽക്കണത്. അവിടെ പടായൊക്കെ പറഞ്ഞു എല്ലാവരോട്ടും മൂല്യരാണ്, എല്ലാവരോട്ടും വലിയ ബന്ധമാണ്. അപ്പൊ മീൻ മാർക്കറ്റിലൊക്കെ എല്ലാവരോട്ടും സംസാരിച്ച് മീനൊക്കെ അന്ന് രാത്രി 12 വേദന ഉണ്ടായി, 1 മണിക്ക് 2 മരിച്ച ഒരാളെ പറ്റി മൊബൈൽ എനിക്ക് കാണിച്ചു. ഞങ്ങൾക്ക് ആ പരിപാടിക്ക് പോകുന്നുണ്ട്. അവിടെ മരുവിനെ ദിക്കറ് തുടങ്ങും. 40 വയസ്സ്. എന്റെ മാഷാക്ക 56 വയസ്സിലാണ് മരിക്കണത്. വെള്ളിയാഴ്ച രാത്രി, ബുധനാഴ്ച പെട്ടെന്ന് എന്തോ ബ്ലീഡിങ് രക്തസ്രാവം ഉണ്ടായതാണ്. അതുവരെ ഒരു ആരോഗ്യ പ്രശ്നമില്ല. തോട്ടത്തിലൊക്കെ പോയി എല്ലാ പണിയെടുക്കുന്ന ആളാണ്. അന്നും തോട്ടത്തിൽ പോയിക്കണം. തെങ്ങിന്റെ ചോട്ടിലൊക്കെ പോകും, വളമൊക്കെ സ്വന്തം. ഇതല്ലേ മരണം? അതൊക്കെ ഇവിടെ പറഞ്ഞു, ഇറക്കി വിട്ടപ്പോൾ പറഞ്ഞു വലക്കും ഫില്ലറിൽ മുസ്തഖറും മത്താവൻ, നിങ്ങൾക്ക് ഭൂമിയിൽ പാർക്കാം. മുസ്തഖറുണ്ട്, മത്താവ് വിഭവങ്ങളും ജീവിത വിഭവങ്ങളുമുണ്ട്. ഇലാഹീൻ അതാണ്, ആ ഹീനാണ് ആ കണ്ട്. 40 വയസ്സുകാരന്റെ ഹീൻ അതേന്ന്. അതുവരെ മീനും ചോറും വീടും ഒക്കെ ഉണ്ട്. ആ ഹീൻ കഴിഞ്ഞാൽ പിന്നെ അല്ലട്ടോ, എത്രയും പെട്ടെന്ന് മറടക്കുക എന്നുള്ളതാണ് അല്ലേ. ഇങ്ങോട്ട് ഓരോരുത്തർ തീരുമാനം ശൈത്താൻ വന്ന് വിശ്വാസാക്കി കൊടുക്കുകയാണ്. ഇത് യുവത്താണ്, അപ്പൊ ഇങ്ങനെ പോട്ടെ, നാളെ നന്നാവാ. അങ്ങനെ നന്നാകാൻ ചാൻസ് ഉള്ള കുറെ ആളുകളൊക്കെ കിട്ടിയാലൊക്കെ ഉണ്ട് കേട്ടോ. വയസ്സായിട്ട് മടങ്ങണോല് കുറെ ഉണ്ട്. അത് ഉറപ്പിച്ചാൻ പറ്റില്ലല്ലോ. അത് ഈ ഇബിലീസിന്റെ കയ്യിലാണ് അവൻ. ആർക്കാ ഉറപ്പ് പറയാൻ പറ്റുക? ചിലരൊക്കെ മരിക്കുമ്പോൾ പറയും ആദ്യം കുറച്ച് മോശമായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല പള്ളിന്റെ ആണികളായിട്ട് തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതൊരു ഭാഗ്യമാണ് ചിലർക്കൊക്കെ അള്ളാഹുവിൽ കൊടുക്കുന്നത്. അത് എല്ലാവർക്കും കിട്ടിക്കോളണമെന്നില്ല. അവർക്ക് വയസ്സാകുമ്പോൾ ചിലപ്പോൾ തീരെ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരു മര്യാദക്ക് ഒന്നു വരെ നിൽക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും വയസ്സാവുമ്പോൾ. അപ്പൊ അതുകൊണ്ട് മടങ്ങുക എന്നുള്ളതാണ് മുത്തക്കിങ്ങളെ പണി. അത് എപ്പോഴാണെങ്കിലും എന്നും ഒരു തെറ്റ് തന്ന് തൗബ ചെയ്യണം എന്നുള്ള. പിറ്റേന്ന് പിന്നെ ചെയ്യരുത്. അഥവാ ചെയ്താൽ പിന്നെയും തൗബ ചെയ്യുക. തൗബ ഒരിക്കൽ ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. തൗബ പൊട്ടരുത്. ആ തൗബ ചെയ്യുമ്പോഴുള്ള മനക്കരുത് ദൃഢമായിരിക്കണം. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്ന് തന്നെ ആയിരിക്കണം. എന്നാലും ഒരു പക്ഷേ തെറ്റ് ചെയ്തെന്ന് വരാം. വന്നാൽ പിന്നെ തൗബ ചെയ്യൽ തന്നെ പണി.